ഹയർ സെക്കൻഡറി +1 അഡ്മിഷൻ 2024-25 സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അർഹരായ വിദ്യാർത്ഥികൾക്ക് 2024 ജൂലൈ 17 മുതൽ ജൂലൈ 19 ഉച്ചയ്ക്ക് ശേഷം 2 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ്. സർക്കാർ കോട്ടയിലൂടെ അഥവാ ഏകജാലക സംവിധാനത്തിലൂടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ഇപ്പോൾ അപേക്ഷ നൽകാൻ സാധിക്കുക. എന്നാൽ മാനേജ്മെന്റ് കോട്ടയിലൂടെയോ കമ്മ്യൂണിറ്റി കോട്ടയിലൂടെയോ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. അതല്ലാതെ ബാക്കി ഏകജാലക സംവിധാനത്തിലൂടെ പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാവുന്നതാണ്. എന്താണ് സ്കൂൾ ട്രാൻസ്ഫർ? നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റേതെങ്കിലും ഇതര സ്കൂളിലേക്ക് മാറാനുള്ള സംവിധാനമാണ് സ്കൂൾ ട്രാൻസ്ഫർ. എന്താണ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ? വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോമ്പിനേഷനിൽ നിന്ന് മറ്റേതെങ്കിലും കോമ്പിനേഷനുകളിലേക്ക്, മറ്റേതെങ്കിലും സ്കൂളുകളിലെ മറ്റു കോമ്പിനേഷനുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് മാറാനുള്ള സംവിധാനമാണ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ. ഇങ്ങനെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുവരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു വിൻഡോ കാണാവുന്നതാണ്. അവിടെ ഇടതുഭാഗത്ത് കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരത്തെ യൂസർ നെയിം അഥവാ നേരത്തെ നൽകിയിട്ടുള്ള 10 അക്ക ആപ്ലിക്കേഷൻ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് താഴെ കാണുന്ന നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് അവിടെ ജില്ല സെലക്ട് ചെയ്ത് താഴെ കാണുന്ന പച്ച ബട്ടൺ ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണുന്ന അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ഔദ്യോഗികമായിട്ട് നൽകാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകിയതിൻ്റെ ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിർബന്ധമായും പുതിയ കോഴ്സോ കോമ്പിനേഷനോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അതിന് ചേരൽ നിർബന്ധമാണ്. ഒരിക്കലും തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നേരത്തെ പ്രവേശനം നേടിയ കോഴ്സിലേക്കോ സ്കൂളിലേക്കോ വിദ്യാർത്ഥികൾക്ക് പിന്നീട് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല. ആയതുകൊണ്ട് സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത്. ഏതായാലും 2024 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മാറാനുള്ള ഏറ്റവും അവസാനത്തെ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവിടെ കൃത്യമായി നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആയതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അപേക്ഷ നൽകുക. അർഹരായ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 19 ഉച്ചയ്ക്ക് ശേഷം 2 മണി വരെ ഓൺലൈനായി വിദ്യാർത്ഥികൾ തങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിലൂടെ അപേക്ഷ നൽകാവുന്നതാണ്. ഇതുവരെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ അവസരം കൈവന്നിരിക്കുന്നത്. നിലവിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക്, ഹയർ സെക്കൻഡറി കോഴ്സ് +1 കോഴ്സ് എവിടെയും കിട്ടാത്ത, പ്രവേശനം ലഭിക്കാത്ത, അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ജൂലൈ 22 ശേഷം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിലേക്ക് അത്തരം വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.